2026 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ. അപ്പൊ ഈ ഒരു എക്സാമിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസ് എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ട് ഈ എക്സാമിന് വേണ്ടി പഠിക്കുക, എങ്ങനെ ഈ എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം എന്ന് പറയുന്നത് RRB നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാംസുകളിൽ ഒന്നാണ്. അതേപോലെ മികച്ച സാലറിയാണ്, 50,000 മുകളിൽ ഒരു തുടക്കക്കാരന് തന്നെ സാലറി ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത. പല ആൾക്കാരും ഇതിന്റെ ഒരു ബേസിക് പേ 19,900 കാണുന്ന സമയത്ത് വളരെ ചെറിയ സാലറി ആണെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് ഡിയർനെസ് അലവൻസും അതേപോലെ തന്നെ റണ്ണിങ് അലവൻസോട് ചേരുന്ന സമയത്ത് ഗംഭീരമായിട്ടുള്ള ഒരു സാലറി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ എക്സാമിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. കാരണം ഈ എക്സാമിനേഷനിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില പാർട്ടുകളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ CBT1 മറ്റേ എല്ലാ എക്സാംസുകളും പോലെ തന്നെയാണ്, ഒരു നോർമൽ സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. എന്നാൽ CBT2 2 പാർട്ടായിട്ടാണ് നടക്കുന്നത്. അതിൽ ഒരു പാർട്ടിന്റെ മാർക്ക് റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുന്നു, മറ്റൊരു പാർട്ട് എന്ത് ചെയ്യാണ്, ക്വാളിഫയിങ് നാച്ചർ ആണ്. അതേപോലെ തന്നെ അടുത്തൊരു സെറ്റ്, മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് CBAT അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. പക്ഷെ അവിടെ എന്താണ്, ചില മാറ്റങ്ങൾ ഇത്തവണ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പരിശോധിക്കാം. ഈ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ALP എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളും ഈ ഒരു വീഡിയോ കാണുക. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ALP എക്സാം ഇപ്പൊ നമ്മളൊരു യാത്ര ആരംഭിക്കുകയാണ് അല്ലെ. അതായത് ALP എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ജേർണി ആണല്ലേ. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്കൊരു ALP ആയിട്ട് മാറും എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്രീം എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ടാസ്ക് തന്നെയാണ് അല്ലെ. അതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിന് നിങ്ങളൊരു യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ALP ആവുക എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ആ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. ഏതൊരാളുടെ ലൈഫിലും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് ആയിരിക്കും ഒരു ALP ആയിട്ട്, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബിന്റെ ഒരു എന്താ പറയുക അഡ്വൈസ് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുക എന്ന് പറയുന്നത്. സോ ആ യാത്രയിൽ നമ്മുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് CBT1 ആണ്. ഓക്കെ, CBT1ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നില്ല എന്ന് കരുതിയിട്ട് ഈ എക്സാമിനെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണുകയും ചെയ്യരുത്. കാരണം എന്താണ്, ഏറ്റവും കൂടുതൽ ആളുകൾ എക്സാമിൽ ഉണ്ടാവുക എവിടെയായിരിക്കും, CBT1ലായിരിക്കും. ഇനി CBT1ൽ നിന്ന് എത്ര ആളുകളാണെന്നറിയോ CBT2ലേക്ക് എത്തുക? 15 മടങ്ങ് ആളുകളായിരിക്കും. അതായത് ആകെ വേക്കൻസിയുടെ 15 മടങ്ങ് ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, CBT2ന് ക്വാളിഫൈ ചെയ്യുന്നുണ്ടാവുക. ഉദാഹരണത്തിന് ഒരു സോൺ നമ്മൾ എടുക്കുന്ന സമയത്ത് 100 വേക്കൻസീസ് ഉള്ള ഒരു സോണാന്ന് വിചാരിക്കുക. രണ്ടാമത്തെ റൗണ്ട് എക്സാമിലേക്ക് എത്തുന്നുണ്ടാവുക ×15, അതായത് 1500 ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു എക്സാമിനേഷനിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തുന്നുണ്ടാവുക. ഈ 1500 എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപക്ഷെ 100 വേക്കൻസി ഉള്ള ഒരു സോണിൽ 25,000 ആളുകൾ എക്സാം എഴുതുന്നുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, ഒരു 25,000 ആൾ എക്സാം എഴുതുന്നതിൽ 1500 ആളുകളാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ ടയറിലേക്ക് എത്തുന്നത്. അതിനർത്ഥം വലിയൊരു വിഭാഗം, ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 23,000-ലധികം ആളുകൾ ഫെയിൽ ആകുന്നത് ഏത് എക്സാമിനേഷനിലാണ്, ടയർ 1 എക്സാമിനേഷനിലാണ്. സോ ടയർ 1 എക്സാമിനേഷൻ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ വളരെ ഈസി ആയിട്ട് ലാഘവത്തോടു കൂടി നിങ്ങൾ കാണരുത്. തീർച്ചയായിട്ടും ടയർ 1 എക്സാമിനേഷനിലും നല്ല കോമ്പറ്റീഷൻ തന്നെയാണ് വരുന്നത്. എന്ന് മാത്രമല്ല ടയർ 1 എക്സാമിനേഷനിലെ ചില ടോപ്പിക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതേപോലെ ടയർ 2ലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടയർ 1 വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാണ്ട് ഒരു പെരിഫറൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ അല്ല നിങ്ങൾ ഇവിടെ നടത്തേണ്ടത്. ഇനി നമ്മൾ ടയർ 1 കഴിഞ്ഞ് ടയർ 2 എക്സാമിനേഷനിലേക്ക് എത്തുകയാണ്. അപ്പൊ ടയർ 2 എക്സാമിനേഷനിൽ 2 ഘട്ടമായിട്ടാണ് നടത്താൻ പോകുന്നത്. അതായത് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് പാർട്ട് A ആണ്, അതേപോലെ മറ്റൊരു പാർട്ട് B ആണ് ഉണ്ടാവുക. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാർട്ട് B എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നാച്ചർ ആണുള്ളത്. ഓക്കെ, അതിനൊരു ക്വാളിഫയിങ് നാച്ചർ ആണ്. അതായത് ഇത് നിങ്ങൾ ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പാർട്ട് A വാല്യുവേഷൻ പോലും ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എക്സാമിനേഷനിൽ ഇത് ക്വാളിഫൈ ആവണം. ഓക്കെ, ഇത് ക്വാളിഫൈ ആവണം എന്നാലേ പാർട്ട് A വാല്യുവേഷൻ ചെയ്യുള്ളൂ. ഇത് ക്വാളിഫൈ ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടൂല, ഇത് ക്വാളിഫൈ ആവുകയും വേണം, പാർട്ട് എയിൽ നല്ലൊരു സ്കോർ വരികയും വേണം. ഓക്കെ, പാർട്ട് എയിൽ നല്ലൊരു സ്കോർ നിങ്ങൾ നേടിയെടുക്കണം. എന്നിട്ട് അങ്ങനെ ആ സ്കോറിനെ കൂടി ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ടയർ എന്ന് പറയുന്നത് CBAT-ലേക്ക് നിങ്ങൾ എത്തുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ 8 മടങ്ങാണ്, വേക്കൻസിയുടെ 8 മടങ്ങ് ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് വരുന്നുണ്ടാവുക. അതായത് ഈ ഒരു CBAT-ന്റെ ഒരു പ്രത്യേകത,
സിബാറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് സിബാറ്റ് എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ സിബാറ്റ് എക്സാമിനേഷനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ സിബാറ്റ് എക്സാമിനേഷനെ കുറിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള, കണ്ടുപരിചയം ഇല്ലാത്ത ഒരു ടൈപ്പ് എക്സാം ആണ് സിബാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ നമുക്ക് അത് ചെയ്യാം. നിങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു സിബാറ്റ് എക്സാമിനേഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരേ സമയം ക്വാളിഫയിങ് നാച്ചറുമാണ്, അതേപോലെ തന്നെ റാങ്ക് മേക്കിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടതുമാണ്. കാരണം സിബാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സിബാറ്റിൽ 5 ടെസ്റ്റുകൾ ഉണ്ടാവും കേട്ടോ. സിബാറ്റിൽ 5 ടെസ്റ്റുകൾ ഉണ്ടാവും. ഈ 5 ടെസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വാളിഫൈ ആവണം. അതായത് നിങ്ങളുടെ ടി സ്കോർ എന്ന് പറയുന്നത് 42 എന്ന് പറഞ്ഞിട്ടുള്ള സ്കോറിലേക്ക് എത്തണം. ഈ ടി സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോർമലൈസ്ഡ് സ്കോർ ആണ് കേട്ടോ. അപ്പൊ ഈ ടി സ്കോർ നിങ്ങൾ 5 ടെസ്റ്റിലും എന്ത് ചെയ്യണം, 42 സ്കോർ ചെയ്യണം. എന്നാലേ നിങ്ങൾ സിബാറ്റ് ക്വാളിഫൈ ആവുള്ളൂ. നിങ്ങൾ സിബാറ്റ് ക്വാളിഫൈ ആയാലേ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് പരിഗണിക്കുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ സിബാറ്റ് ക്വാളിഫൈ ചെയ്യണം. നിങ്ങൾക്ക് പാർട്ട് എയിൽ നല്ല മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അതുകൊണ്ട് കാര്യമില്ല, സിബാറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണം, എന്നാലേ നിങ്ങൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ എത്തുള്ളൂ. ഇനി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക നോക്കിക്കോളൂ. ഇവിടുന്ന് കിട്ടുന്ന മാർക്ക് 50% വെയിറ്റേജും, അതേപോലെ ഇവിടുന്ന് കിട്ടുന്ന മാർക്കിന്റെ 50% വെയിറ്റേജും ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പൊ സിബാറ്റ് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം പോരാ, അവിടെ നല്ല സ്കോർ ഉണ്ടാക്കിയെടുക്കണം. കാരണം 50% വെയിറ്റേജ് അവിടെ വരുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ അത് 30%, 70% വരുന്നത്. അതായത് പാർട്ട് എ ആയിരുന്നു കുറച്ചുകൂടി പ്രധാനം, അതായത് 70% അവിടെ നിന്നായിരുന്നു വരിക. എന്നാൽ ഇത്തവണ മുതൽ എന്ത് ചെയ്യാണ്, ഒരു 50-50 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ രീതിയിലേക്ക് അത് മാറുകയാണ്. ഡെഫിനറ്റ്ലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് എക്സാമിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റേജസുകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റേജസിന്റെ ടോപ്പിക്കുകൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. CBT 1 ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. CBT 1 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഒന്ന് മാത്തമാറ്റിക്സ്, നിങ്ങൾക്കറിയാം എല്ലാ എക്സാമിനേഷനിലും ഉണ്ടാവുന്ന തന്നെയാണ് അല്ലേ. അതായത് ആ ഒരു ബോർഡ് മാസ് റൂൾ, അതേപോലെ റേഷ്യോ പ്രൊപ്പോർഷൻ, അങ്ങനെ വരുന്ന ആ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അതേപോലെ മെന്റൽ എബിലിറ്റി അഥവാ റീസണിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ജനറൽ സയൻസ്. ഈ 3 ടോപ്പിക്കിൽ നിന്നായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. ഈ എക്സാമിനേഷനിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത്തവണത്തെ എക്സാമിനേഷനിൽ ജനറൽ അവയർനെസ് പഠിക്കാനില്ല എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മികച്ച അവസരം തന്നെയാണ്. കാരണം ജനറൽ അവയർനെസ് പല ആളുകളുടെ ഒരു പേടി സ്വപ്നമാണ്. ഞാൻ തന്നെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ജനറൽ അവയർനെസ് പഠിക്കാൻ. അപ്പോൾ ജനറൽ അവയർനെസ് ഒഴിവാക്കിയിട്ട് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പൊ ജനറൽ സയൻസും മെന്റൽ എബിലിറ്റിയും മാത്തമാറ്റിക്സും വരുന്നത് 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ മോസ്റ്റ്ലി ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 25 ആവാനാണ് സാധ്യത. പക്ഷെ അത് എക്സാക്ട് ആയിട്ട് അങ്ങനെ എവിടെയും മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. അതായത് ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും നമ്മൾ പ്രൊപ്പോർഷനലി നോക്കുമ്പോൾ ഒരു 75 രീതിയിൽ വന്നേക്കാം. ഓക്കെ, അതേപോലെ തന്നെ 60 മിനിറ്റ് ആണ്. ഓക്കെ, 60 മിനിറ്റ് നിങ്ങൾക്കുള്ളൂ. 75 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഇത് കൂടാതെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു 1/3 നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു ആൻസറിലേക്ക് നിങ്ങൾ പരമാവധി ഗസ് ചെയ്തിട്ടൊന്നും പോകരുത്. കാരണം ഇവിടെ നോർമലൈസേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അതായത് നോർമലൈസ്ഡ് സ്കോർ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുന്നുണ്ടാവുക. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഇവിടെ വരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാണ്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എത്തിയിട്ട് ആ ആൻസറിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ പിന്നെയും അതിൽ തന്നെ ട്രൈ ചെയ്യാണ്. അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ടൈമാണ്. അതായത് ആ ഒരു ടൈം കൊണ്ട് ഒരു പക്ഷേ 2-3 ക്വസ്റ്റ്യൻസ് വേറെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സ്കിപ്പ് ആൻഡ് മൂവ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു തെറ്റായിട്ടുള്ള പ്രവണതയല്ല. അതായത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ വളരെ ക്വിക്കായിട്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. അല്ലാതെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് അത് ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതേപോലെ സ്കോർ ചെയ്യാൻ പറ്റിയ സോണാണ് ഈ സയൻസ്, മെന്റൽ എബിലിറ്റി ഒക്കെ. കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്വിക്കായിട്ട് ആൻസേഴ്സ് കണ്ടുപിടിക്കാം. എന്നാൽ മാത്തമാറ്റിക്സിൽ സ്വാഭാവികമായിട്ടും അവിടെ കുറച്ച് ലോജിക്കും അതേപോലെ ടൈമും കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്പീഡാക്കിയാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ ഒരു മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഗോൾഡൻ റൂൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു മാർക്ക് റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടോപ്പിക്ക്
ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചാലുള്ള ബെനിഫിറ്റ് എന്താണെന്നറിയോ? ഇതേ ടോപ്പിക്കിൽ മാത്തമാറ്റിക്സും മെന്റൽ എബിലിറ്റിയും അതേപോലെ തന്നെ എവിടേക്ക് വരുന്നുണ്ടെന്ന് അറിയോ? നിങ്ങളുടെ ടയർ 2 എക്സാമിനേഷനിൽ പാർട്ട് എയിൽ വരുന്നുണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് പഠിക്കുന്ന സമയത്ത് ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കണം ഈ 2 ടോപ്പിക്ക്. അതേപോലെ തന്നെ ജനറൽ സയൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ ഒന്നായതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സോ CBT 1 കുറിച്ച് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു കട്ട് ഓഫ് കാണാൻ പറ്റും. നിങ്ങളുടെ സിലബസ്, നിങ്ങളുടെ നോട്ടിഫിക്കേഷനിലൊക്കെ ഈ ഒരു കട്ട് ഓഫ് പറയാറുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ. അതായത് ഇതിൽ പറയുന്ന ഒരു കട്ട് ഓഫ് ആണ്. അൺറിസർവ്ഡിന് 40, OBCക്ക് 30, STക്ക് 25. അതെന്താ വെച്ച് കഴിഞ്ഞാല് മിനിമം അത്രയെങ്കിലും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഈ സ്കോറുള്ള എല്ലാവരും എന്ത് ചെയ്യില്ല, CBT 1 ക്വാളിഫൈ ചെയ്യില്ല. ചിലർക്കുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ സ്കോർ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ CBT 1 ക്വാളിഫൈ ചെയ്ത് CBT 2 എത്തുന്നു. ഒരിക്കലും ഇല്ല. നിങ്ങളുടെ കട്ട് ഓഫ് വരാൻ പോകുന്നത് എങ്ങനെയായിരിക്കും? ഇതിൽ കട്ട് ഓഫ് എത്ര വരുന്നൊക്കെയുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, കട്ട് ഓഫ് ഒരിക്കലും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഈ ഒരു പോസ്റ്റിന്റെ കാര്യത്തിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് നിർണ്ണയിക്കുക എങ്ങനെയാണ്? വേക്കൻസിയുടെ 15 മടങ്ങ്. അതായത് 100 ആണെങ്കിൽ ഇൻറ്റു 15. ഇനി 1000 വേക്കൻസി ആണെങ്കിലോ 1000 വേക്കൻസി ആണെങ്കിൽ ഇൻറ്റു 15. 15000 ആൾക്കാരെയായിരിക്കും ടയർ 2ലേക്ക് സെലക്ട് ചെയ്യുക. അതിന് എത്ര കട്ട് ഓഫ് വേണോ അതായിരിക്കും കട്ട് ഓഫ്. ഓക്കെ, അപ്പോൾ 15000 പേരെ സെലക്ട് ചെയ്യാൻ എത്ര കട്ട് ഓഫ് ആണോ ആ കട്ട് ഓഫ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ 1500 പേരെ സെലക്ട് ചെയ്യാൻ എത്ര കട്ട് ഓഫ് ആണോ വേണ്ടത് അതായിരിക്കും കട്ട് ഓഫ് വരുന്നുണ്ടാവുക. സോ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് CBT 2 ആണ്. തീർച്ചയായിട്ടും CBT 2 എന്ന് പറയുന്നത് ഈ എക്സാമിനേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ് ആണ്. അതായത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് CBT 2 നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ 2 പാർട്ട് ഉണ്ട്. പാർട്ട് A ഉണ്ട്, അതേപോലെ തന്നെ പാർട്ട് B ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ട് B എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്വാളിഫയിങ് നാച്ചർ മാത്രമാണ്. ഇതിന്റെ സിലബസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഓരോ ട്രേഡിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഉദാഹരണത്തിന് നിങ്ങൾ ഇലക്ട്രീഷ്യൻ ട്രേഡിലാണ് പഠിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിക്കലുകാർ മിക്കവാറും ഇലക്ട്രീഷ്യൻ എടുക്കുക, അപ്പോൾ നിങ്ങൾ ഇലക്ട്രീഷ്യൻ ട്രേഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. മെക്കാനിക്കലുകാർ എടുക്കുന്നുണ്ടാവുക റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, അതേപോലെ തന്നെ ഫിറ്റർ, അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ആയിരിക്കും മെക്കാനിക്കലുകാർ എടുക്കുന്നുണ്ടാവുക. ഡീസൽ മെക്കാനിക് അങ്ങനെയുള്ള ടോപ്പിക്കുകളായിരിക്കും മെക്കാനിക്കലുകാർ എടുക്കുന്നുണ്ടാവുക. അപ്പൊ അതെന്ത് ചെയ്യണം, ആ ഒരു ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, 60 മിനിറ്റിൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 35%. അപ്പൊ 75ന്റെ 35% എന്ന് പറയുമ്പോൾ ഒരു 28-29 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ കറക്റ്റ് ആക്കി മതി. അപ്പൊ ഈ ഒരു സ്കോർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്തുകൊണ്ട്? കാരണം ഇത് ക്വാളിഫൈ ആയാലേ ഇത് വാല്യൂ ചെയ്യുള്ളൂ. അപ്പൊ ആദ്യം ഏതാ വാല്യൂ ചെയ്യുക? ആദ്യം പാർട്ട് ബി വാല്യൂ ചെയ്യും. പാർട്ട് ബി വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയി എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് ലെസ് ദാൻ 35% ആണെന്ന് വിചാരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എത്ര മാർക്ക് കിട്ടിയാലും എന്ത് ചെയ്യൂല, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കില്ല. ഇനി ഇവിടെ 35 എബോവ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എലിജിബിൾ ആണ്, അതായത് നിങ്ങൾ ക്വാളിഫൈഡ് ആയി. ഇനി എന്ത് ചെയ്യും, ഇനി ഇവിടുത്തെ മാർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, പരിശോധിക്കുന്നുണ്ടാവും. അതായത് ഇവിടുത്തെ വാല്യൂഷൻ നടത്തുന്നുണ്ടാവും. ഇവിടെ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പാർട്ട് എ നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, അതേപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് വരുന്നുണ്ട്, അതേപോലെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. അപ്പൊ ഇത് 2 പേര് വ്യത്യാസം ഉണ്ടെങ്കിലും സെയിം ടോപ്പിക് തന്നെയാണ്. അതായത് CBT 1 അതേ ടോപ്പിക് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് മാത്സും റീസണിങ്ങും തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പുതിയൊരു ടോപ്പിക്കാണ്. ഇതെപ്പോ പഠിച്ചു തുടങ്ങണം നല്ലതെന്ന് അറിയോ? ഈ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പഠിച്ചു തുടങ്ങാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ആഫ്റ്റർ CBT 1 ആണ്. അതായത് CBT 1 റിസൾട്ട് വന്നിട്ടല്ല, CBT 1 എക്സാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം, ദ വെരി നെക്സ്റ്റ് ഡേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഈ ടോപ്പിക്കുകൾ പഠിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഇവിടെയും ഒരു മിനിമം പെർസെന്റേജ് 40, 30, 25 കാറ്റഗറി വൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. നോക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതല്ല നമ്മുടെ കട്ട് ഓഫ് വരിക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എത്രയാണോ ജോലിക്ക് ആവശ്യമുള്ള ആൾക്കാർ, അതിന്റെ 8 മടങ്ങ് ആൾക്കാരായിരിക്കും CBT 2 എന്ത് ചെയ്യുന്നുണ്ടാവുക, ക്വാളിഫൈ ആകുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് CBT 2ന്റെ ഒരു ക്രൈറ്റീരിയ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ എന്ന് പറയുന്നത്. നമ്മൾ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 hours 30 minutes ആയിരിക്കും. അതിൽ തന്നെ 1.5 hours ഇവിടെ ആയിരിക്കും വരുന്നുണ്ടാവുക. 1.5 hours എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവിടെ വരുന്നുണ്ടാവും. ഇവിടെ 1 hour ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ 1 hour, ഇവിടെ 1.5 hours ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നുണ്ടാവുക. ഇത് സെപ്പറേറ്റ് ആണ്, ഇതും സെപ്പറേറ്റ് ആണ്. അതായത് ഇതിൽ ടൈം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യം ഇത് എഴുതിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ഇതിലേക്ക് വരിക. അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മൾ വളരെ ഇന്റലിജന്റ് ആയിട്ട്, അതായത് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഒക്കെ നിങ്ങൾക്ക് വേഗം ആൻസർ ചെയ്യാൻ പറ്റും. തിയറി പോർഷൻ ആണ്. അത് കഴിഞ്ഞ് റീസണിംഗിൽ നിന്നാണ് പിന്നീട് വേഗത്തിൽ ചെയ്യാൻ
പറ്റുക. എന്നാൽ മാത്സിൽ സ്വാഭാവികമായിട്ടും കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. സോ അങ്ങനെ ആ ഒരു ഓർഡറിൽ ചെയ്ത് പഠിക്കട്ടോ. നമ്മൾ എക്സാം പ്രിപ്പറേഷൻ ടൈമിൽ വളരെ ടാക്ടിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ആദ്യം തന്നെ മാത്തമാറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയോ? മാത്തമാറ്റിക്സ് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്കോർ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ ടൈം കുറച്ച് അവിടെ എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിലും ബേസിക് സയൻസിലൊക്കെ ലഭിക്കേണ്ട ഈസി ക്വസ്റ്റ്യൻസ് നോക്കാനുള്ള സമയം പോലും ചിലപ്പം കിട്ടൂല. കാരണം ഇവിടെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. 90 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. മാത്സിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു പക്ഷേ 1 മിനിറ്റിലൊക്കെ കൂടുതൽ എടുത്തേക്കാം. എന്നാൽ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലും റീസണിങ്ങിലും ഒക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 30 സെക്കൻഡ് അതിൽ താഴെയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റുകയും ചെയ്യും. സോ വളരെ ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ മാക്സിമം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൈം മാനേജ്മെന്റ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടൈം മാനേജ്മെന്റിന് ഏറ്റവും മികച്ച ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേപോലെയാണ് ഇനി അടുത്ത ടയർ എക്സാമിനേഷൻ, CBAT എന്ന് പറഞ്ഞ എക്സാമിനേഷന്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക്കലി CBAT എക്സാമിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ എക്സാമിനേഷനിൽ CBAT ക്വാളിഫൈ ആയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇവിടെ എക്സാമിൽ നിന്ന് ഔട്ട് ആകാണ്. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ ഔട്ട് ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ CBAT ക്വാളിഫൈ ആയില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്കൊരു ALP ആയിട്ട് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് മെന്റലി നിങ്ങൾ അതിനെന്തല്ല, ഫിറ്റ് അല്ല എന്നുള്ളത് ഈ ഒരു എക്സാമിനേഷനിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് CBAT എക്സാമിലൂടെ നിങ്ങളുടെ മെന്റൽ എബിലിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്യുന്നത്. അത് കേവലം ഒരു എക്സാം എന്നുള്ളതിനപ്പുറത്ത് റെയിൽവേ നോക്കുന്നത് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടോ, നിങ്ങൾക്ക് മെമ്മറി പവർ ഉണ്ടോ, നിങ്ങൾക്ക് ഡെപ്ത് പെർസെപ്ഷൻ ഉണ്ടോ, ഇതെല്ലാം കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പരീക്ഷയാണ് CBAT എന്ന് പറയുന്നത്. സോ ഈ CBAT എക്സാമിനേഷനിൽ ഇറസ്പെക്റ്റീവ് ഓഫ് എനി കാറ്റഗറി നിങ്ങൾ ക്വാളിഫൈ ആയേ പറ്റുള്ളൂ. കാരണം നിങ്ങൾ മെന്റലി അതിന് ഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? അവിടുന്ന് ഡിസ്ക്വാളിഫൈഡ് ആവണം. ഇനി ഇത് ക്വാളിഫൈ ആയാലും റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിന് ഈ CBATന്റെ സ്കോറും അതേപോലെ തന്നെ നിങ്ങൾ എവിടെ നിന്നുണ്ടാവും? നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ പാർട്ട് ടൈമിന്റെ മാർക്കും ഇല്ലേ, ഇത് രണ്ടോട് കമ്പൈൻ ചെയ്തിട്ട് 50-50 റൂൾ എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. ഉദാഹരണത്തിന് ബ്രിക് ടെസ്റ്റ്, സിമിലാരിറ്റി ടെസ്റ്റ്, മെമ്മറി മാപ്പിംഗ്, അങ്ങനെയൊക്കെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ പിന്നെ CBATൽ എന്തില്ല? നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. CBAT എക്സാമിനേഷനിൽ യാതൊരു നെഗറ്റീവ് മാർക്കിംഗും ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? ഓരോ ക്വസ്റ്റിനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, എന്താണ് ഇതിലൊരു ക്രൂഷ്യൽ ഫാക്ടർ എന്നറിയോ? അതായത് ഈ CBAT എക്സാമിനേഷന്റെ ഒരു ക്രൂഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത് കാംനെസ് തന്നെയാണ്. അതായത് നിങ്ങൾ ഈ ടെൻഷൻ അടിച്ചുകൊണ്ട് ഈ പരീക്ഷ എഴുതിയാണ്ടല്ലോ, ഒരാൾ ഈ ടെൻഷൻ അടിച്ച് പരീക്ഷ എഴുതിയാൽ ഇത് പാസ്സാവില്ല. നമുക്ക് സാധാരണ ഒരു എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ട് ഒരു ഗവൺമെന്റ് എക്സാമിന് വേണ്ടി നമ്മൾ ഒരു വർഷമൊക്കെ ഇരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം ഹാളിൽ പോകുമ്പോൾ കുറച്ചൊക്കെ ടെൻഷൻ എല്ലാവർക്കും സ്വാഭാവികമാണ്. പക്ഷെ CBAT എക്സാമിനേഷന് പോകുമ്പോൾ ടെൻഷൻ അടിച്ച് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വളരെ കാമായിട്ട് വേണം ഈ ഒരു എക്സാം എഴുതാൻ. അപ്പൊ എങ്ങനെ കാമായിട്ട് എഴുതാൻ പറ്റുക? ഞാൻ ചെയ്തൊരു കാര്യം, ഞാൻ ഈ എക്സാം ക്വാളിഫൈ ചെയ്ത ഒരാളാണ്. CBAT എക്സാം ക്വാളിഫൈ ചെയ്ത് ഈ ജോലി പ്രവേശിച്ചിട്ടുള്ള ഒരാളാണ്. ഈ CBAT എക്സാമിന്റെ ഒരു ക്വാളിഫൈ ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പല വീഡിയോസിലൂടെയും. ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതുക. അതായത് ഇതിന് കുറച്ച് ബേസിക് ഐഡിയാസ് ഉണ്ട്. അതായത് CBAT എക്സാമിന്റെ കുറച്ച് സ്ട്രക്ചറും അതേപോലെ തന്നെ അതിൽ കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എൻട്രിയുടെ CBATന്റെ കോച്ചിങ് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് തരുന്നുണ്ട്. അതായത് അതിന്റെ ഒരു ഓറിയന്റേഷൻ അല്ല, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്, ലൈവ് സെഷൻസ് ഉൾപ്പെടെ. അപ്പൊ ആ CBATന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം നമ്പർ ഓഫ് എന്ത് ചെയ്യണം? മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. ഞാൻ ഈ എക്സാമിനേഷന് മുന്നേ ഒരു 100ഓളം മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു എക്സാമിനേഷനിലേക്ക് പോകുന്നത്. ഒരിക്കലും മോക്ക് ടെസ്റ്റിൽ അതേ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ആവർത്തിക്കല്ല ചെയ്യുക. പക്ഷെ നമ്മൾ ആ എക്സാംസിലൂടെ വളരെ കാമായിട്ട്, ഞാൻ തന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ വളരെ തിരക്ക് പിടിച്ച് എക്സാം എഴുതാൻ നോക്കും, ആ എക്സാം ഫെയിൽ ആയിട്ടുണ്ടാവും. പിന്നെ ചില സമയത്ത് നമ്മൾ വളരെ കാമായിട്ട് എഴുതുന്നുണ്ടാവും, ഒന്നും പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് കാമായിട്ട് ഒരു നല്ല സമയം നോക്കിയിട്ട് നമ്മൾ എക്സാം അങ്ങ് എഴുതുകയാണെങ്കിൽ അത് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഈ CBAT എക്സാം എഴുതാൻ പോകുന്ന ദിവസം എക്സാം സെന്ററിൽ എക്സാമിന്റെ അന്നൊന്നും പോവാതെ കുറച്ച് തലേന്ന് തന്നെ എത്തുന്ന രീതിയിൽ കൂളായിട്ട് പോയിട്ട് എഴുതുക. കൂളായിട്ട് പോയിട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള സൈഡ് ഉണ്ട്. അത് മനസ്സിലാക്കിയ ശേഷം കൂളായിട്ട് പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് CBAT ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ CBATനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ടെസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു 1/3 റൂൾ നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നതായിരിക്കും ഒരു പക്ഷേ നിങ്ങളെ ഈ എക്സാമിനേഷനിൽ നിങ്ങൾ ഉദ്ദേശിച്ച റാങ്കിൽ നിന്നും ഈവൻ ഡിസ്ക്വാളിഫൈ ആവാൻ പോലും നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിരിക്കും ഈ ഒരു 1/3 നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു നോർമലൈസേഷൻ ഉണ്ടല്ലോ, ഈ ഒരു നോർമലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഈ റെയിൽവേ എക്സാംസിൽ ഒരു വലിയ ഘടകമാണ്. അതായത് എക്സാം വളരെ ഈസി ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം അവിടെ നോർമലൈസേഷൻ വരുമ്പോൾ നിങ്ങളുടെ മാർക്ക് കുറയും. അതുകൊണ്ട് നോർമലൈസേഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. എന്താണ് ഈ നോർമലൈസേഷൻ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം പല ഷിഫ്റ്റുകളിലായിട്ടാണ് നടത്തുക, പല ദിവസങ്ങളിൽ. ഉദാഹരണത്തിന് മെയ് 29-നും 30-നും നടത്തുന്നുണ്ട് എന്ന് വിചാരിക്കുക. മെയ് 29-ന്റെ പരീക്ഷ നല്ല ഈസിയും മെയ് 30-ന്റെ പരീക്ഷ നല്ല ടഫ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് രണ്ടും ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ ടഫ് ഉള്ള ദിവസം കുറച്ച് മാർക്ക് എക്സ്ട്രാ നോർമലൈസ് ചെയ്യും, അതേപോലെ ഈസി ഉള്ള ദിവസം കുറച്ച് മാർക്ക് കുറയും. അപ്പൊ രണ്ടും എന്തായി? ബാലൻസ്ഡ് ആയി. അപ്പൊ നിങ്ങൾ ഈസി എക്സാം ആണെങ്കിൽ ഞാൻ അത്യാവശ്യം എഴുതിയിട്ടുണ്ട്, ഇനി സ്റ്റോപ്പ് ചെയ്യാം എന്ന് വിചാരിക്കരുത്. ഈസി എക്സാം ആണെങ്കിൽ മാക്സിമത്തിന്റെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം? സ്കോർ ചെയ്യണം. ഇനി ടഫ് എക്സാം ആണെങ്കിലോ നിങ്ങൾ ഒരിക്കലും പാനിക് ആവരുത്. നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് മാർക്കൊന്നും വരാതെ നിങ്ങൾ മാക്സിമം ഉള്ളതിന്റെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക? സ്കോർ ചെയ്യുക. പിന്നെ പല ആൾക്കാരും കട്ട് ഓഫ് വെച്ച് പഠിക്കാൻ നോക്കലുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ 15 റൂൾ എന്ന് പറയുന്നത്, 15x റൂൾ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് നോക്കിയിട്ടല്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു സോണിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഞാൻ പറയാണ് 75-ൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 50 ആണ്. അതിനർത്ഥം ഒരിക്കലും ഇത്തവണയും 50 വരുമെന്നല്ല. 15 ടൈംസ് വേക്കൻസീസ് കിട്ടാൻ എത്രയാണോ വേണ്ടത് അതായിരിക്കും നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യരുത്. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സാമിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സാം തന്നെയാണ് RRB ALP എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസും അതേപോലെ തന്നെ സപ്പോർട്ടും മെന്റർഷിപ്പും ഒന്നും ഇല്ലാതെ വളരെ ഡിഫിക്കൽട്ടാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. സോ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ട് വന്നിട്ടുള്ളത് എൻട്രി ആപ്പിലാണ്. അപ്പൊ ഏറ്റവും മികച്ച റിസൾട്ട് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ഫാക്കൽറ്റീസ് തന്നെയാണ്. അപ്പൊ നമ്മൾ CBT 1-നാണെങ്കിലും CBT 2-നാണെങ്കിലും CBAT-നാണെങ്കിലും മെന്റർഷിപ്പ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എൻട്രിയുടെ CBAT കോച്ചിങ് ഉൾപ്പെടെയുള്ള എൻട്രിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള RRB ALP ബാച്ചസിലേക്കുള്ള അഡ്മിഷൻ തുടരുകയാണ്. അപ്പൊ നമ്മുടെ പുതിയ ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.